ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. ഡോക്ടർമാരുടെ അടുത്തേക്ക് പോയിട്ട് മാറാത്തൊരു അസുഖമുണ്ടോ? ആദ്യം മാറാത്തതും ലാസ്റ്റ് മാറുന്നതുമായിട്ടുള്ളൊരു അസുഖമാണ് സൊമാറ്റൈസേഷൻ ഡിസോർഡർ. എന്താണ് സൊമാറ്റൈസേഷൻ ഡിസോർഡർ എന്ന് ചോദിച്ചാൽ, പേഷ്യൻറ്റിന് കുറേ പ്രോബ്ലം ആയിരിക്കും. വയറുവേദന, നടുവേദന, കഴുത്തുവേദന, കാലുവേദന, അങ്ങനെ കുറേ വേദനകളോ അല്ലെങ്കിൽ വല്ല അസ്വസ്ഥതകളോ ആയിട്ട് സാധാരണ അവർ ജനറൽ മെഡിസിൻ MD ഡോക്ടറെ അടുത്ത് പോകും. നമ്മുടെ ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും? കുറേ മരുന്നുകൾ കൊടുക്കും, മാറില്ല. അപ്പോൾ വീണ്ടും ചെല്ലും. അപ്പോൾ വീണ്ടും കുറേ ഇൻവെസ്റ്റിഗേഷൻസ്, അതായത് എക്സ്റേ, CT, അൾട്രാസൗണ്ട്, അങ്ങനെ സ്കാനിങ് എല്ലാം ചെയ്യും. ഒന്നുമില്ല. പിന്നെ ഇപ്പോൾ വയറുവേദനയൊക്കെ ആണെങ്കിൽ നമ്മൾ ഗ്യാസ്ട്രോ ഡോക്ടറെ അടുത്തേക്ക് ചെല്ലും. അവരും കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്യും, ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ നാട്ടിലുള്ള എല്ലാ ഡോക്ടർമാരെയും കാണിക്കുകയും നാട്ടിലുള്ള എല്ലാ ടെസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടും മാറാത്ത അസുഖം ഉണ്ടെങ്കിൽ അത് സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്കാണ് പോകും. All the diseases, all the investigations are done and everything is excluded so that we have to consult a psychiatrist. അങ്ങനെ സൈക്കാട്രിസ്റ്റ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിന് സൊമാറ്റൈസേഷൻ ഡിസോർഡർ എന്ന ഡിസോർഡർ ഉണ്ടോ നോക്കും. ഇദ്ദേഹം എന്ന് പറയുമ്പോൾ മെയിൽസിനേക്കാൾ കൂടുതൽ, ആണുങ്ങളെക്കാൾ കൂടുതൽ ഇത് പെണ്ണുങ്ങളിലാണ് കാണുന്നത്. മാത്രമല്ല ഇതിൻ്റെ കൂടെ ബേജാറ്, വിഷാദരോഗം പോലുള്ള അസുഖങ്ങളും വരാം. അതുമല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു സ്ട്രെസ്ഫുൾ ഇവൻറ്റ്, മക്കളുടെ കല്യാണം ശരിയാകാതിരിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുമ്പോഴും ഇങ്ങനത്തെ ഒരു സൊമാറ്റൈസേഷൻ ഡിസോർഡർ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ഇവർക്ക് വേദന, ഡോക്ടറെ അടുത്തേക്ക് പോകണം, ഡോക്ടറെ അടുത്ത് നിന്ന് കുറേ മരുന്ന് വേണം, ഡോക്ടറെ അടുത്ത് നിന്ന് കുറേ ടെസ്റ്റ് ചെയ്യണം. അതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തണം. ഇല്ലെങ്കിൽ ഇവർക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇതാണ് സൊമാറ്റൈസേഷൻ ഡിസോർഡർ എന്നറിയപ്പെടുന്നത്. യു അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഇവരെങ്ങനെ ട്രീറ്റ് ചെയ്യാന്ന് വെച്ചാൽ, സാധാരണയായിട്ട് സൈക്കോതെറാപ്പിയാണ് ഇതിന് ശരിക്കും വേണ്ടത്. അതായത് കൗൺസിലിംഗ് കൊടുത്തിട്ട് CBT എന്ന് പറയും, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന തെറാപ്പി നമ്മൾ ചെയ്യണം. അതും അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, മെഡിക്കേഷൻസ് ഉണ്ട്. അതായത് ചില മരുന്നുകളുണ്ട്, ആൻറ്റി ഡിപ്രസൻറ്റ്, ആൻറ്റി ആങ്സൈറ്റി മെഡിക്കേഷൻ പോലുള്ള, ഡയാസിപ്പം പോലുള്ള മെഡിക്കേഷൻസ് കൊടുത്തിട്ട് ഇവരുടെ നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട മറ്റൊരു അസുഖത്തിൻ്റെ പേരാണ് ഹൈപ്പോകോൺഡ്രിയാസിസ്. ഹൈപ്പോകോൺഡ്രിയാസിസ് എന്താണെന്ന് ചോദിച്ചാൽ, ശരീരത്തിൻ്റെ 1-2 ഭാഗങ്ങളിൽ വേദന ഉണ്ടാവും. ഇവർക്ക് പക്ഷേ മരുന്ന് കഴിക്കാനോ ഡോക്ടറൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല. ഇവർക്ക് വേണ്ടത് ഡോക്ടറെ അടുത്തേക്ക് പോവുക, ഡോക്ടർ പറയാം കുഴപ്പമൊന്നുമില്ല കേട്ടോ, പോയിക്കോ. അപ്പോൾ ഒരു സമാധാനമായി. പിന്നെ ഇവർ വരും, കുഴപ്പമുണ്ട് കാരണം അപ്പോൾ ഡോക്ടർ പറയും യാതൊരു കുഴപ്പമില്ല, പോയിക്കോ. അങ്ങനെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഫീസ് ഇങ്ങനെ കിട്ടുന്നല്ലാതെ പേഷ്യൻറ്റിന് ഒരു സമാധാനം, എന്നാലൊരു തൃപ്തി വരുള്ളൂ. അതാണ് ഹൈപ്പോകോൺഡ്രിയാസിസ്. അപ്പോൾ എല്ലാവരും അവെയ്ഡ് ആവണം ഈ ഡിസീസിനെ കുറിച്ച്. എന്ന് മാത്രമല്ല, ആദ്യം തന്നെ ഒരാൾക്ക് വയറുവേദന വരുമ്പോൾ ഇതിൻ്റെ ടെൻഷനാണ് എന്ന് പറഞ്ഞിട്ട് ഇവരെ ഡിപ്രസ് ചെയ്യല്ല വേണ്ടത്. എവരി മെഡിക്കൽ കണ്ടീഷൻ എക്സ്ക്ലൂഡ് ചെയ്തിട്ടതിന് ശേഷം മാത്രമേ ഒരാൾക്ക് സൊമാറ്റൈസേഷൻ ഡിസോർഡർ എന്ന് പറയാൻ പാടുള്ളൂ. അണ്ടർലൈൻ ദാറ്റ് പോയിന്റ്. അതായത് വെറുതെ ഒരാളുടെ സൊമാറ്റൈസേഷൻ ഡിസോർഡർ എന്ന് പറഞ്ഞ് ബ്ലെയിം ചെയ്യരുത്. വേറെ വല്ല അപ്പൻഡിക്സോ വല്ല കോളിസിസ്റ്റൈറ്റിസോ പോലുള്ള എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആവാം. ഇനി എനിക്ക് പറയാനുള്ളത്, ഒരാൾക്ക് സൊമാറ്റൈസേഷൻ ഡിസോർഡർ ഉണ്ടെങ്കിൽ അത് അയാളുടെ പ്രോബ്ലം എന്ന് വിചാരിക്കരുത്. അയാൾക്ക് ശരിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടത്, പക്ഷെ അങ്ങനെ ഒരു ഡിസീസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് സൈക്കാട്രിക് ടോപ്പിക്കാണ്. കൗൺസിലിംഗ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിൻ്റെ മെഡിസിൻസ് ഉപയോഗിച്ചിട്ടോ മാറ്റേണ്ട ഒരു അവസ്ഥയാണ്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ നാളെയും വരും. എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ.